ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂലൈ മാസത്തെ PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ്. സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകറിന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അത് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകറിനാണ്. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ MPയുടെ വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്ക്. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശശി തരൂർ MPയുടെ വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്കാണ്. ഏതൊക്കെ പുസ്തകങ്ങളാണ്? വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്സ്. അടുത്തത്, വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാകുന്നു ഒമാൻ. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. നെക്സ്റ്റ്, ന്യൂഡൽഹിയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്ന സ്ഥലം ഏതാണ്? ഇത് ന്യൂഡൽഹിയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71 സ്ഥാനം. 1 സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സ്വീഡനാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71 സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. 1 സ്ഥാനത്തുള്ളത് സ്വീഡനാണ്. എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ ആണ് 1 സ്ഥാനത്ത്. എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ ആണ് 1 സ്ഥാനത്ത്. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ ആണ് ഹരിതവാഹിനി. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ മാലിന്യം നീക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകിയ ട്രൈ സൈക്കിളിന്റെ പേരാണ് ഹരിതവാഹിനി. ഷാങ്ഹായ് സഹകരണ സംഘടന യോഗം ചൈനയിൽ നടന്നു. ഷാങ്ഹായ് സഹകരണ സംഘടന യോഗം എവിടെയാണ് നടന്നത്? അത് ചൈനയിലാണ് നടന്നത്. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത്. ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അത് തെലങ്കാനയിലെ നിസാമാബാദിലാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. അപ്പം ഓപ്പറേഷൻ നൈറ്റ് ഹാമർ എന്താണ്? അത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഇത് പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രമാണ്. സംവിധായകന്റെ പേര് ബോങ് ജൂൺ ഹോ. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന്. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ്
ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന്. അപ്പോൾ 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ആർക്കാ ലഭിച്ചത്? അത് ഡോക്ടർ ദിവ്യ കണ്ണനാണ് ലഭിച്ചത്. അപ്പോൾ 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ്. ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിപ്പിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിപ്പിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിലാണ്. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി. വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ച നോർക്ക. വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായിട്ട് നോർക്ക എന്താണ് ആരംഭിച്ചത്? അത് മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ. വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ച നോർക്ക. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്തു നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഏത് മിസൈലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? അത് അസ്ത്ര മിസൈലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലാണ്. അപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃത്വ സമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃ സമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഫൈനലിൽ അമേരിക്കയുടെ അമൻഡ അനിസിമോവയെ 6-0, 6-0 പരാജയപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സ്കിന്നറിന്. ഫൈനലിൽ 4-6, 6-4, 6-4 എന്ന സ്കോറിന് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അത് പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ആണ്. വിംബിൾഡൺ ടെന്നീസിന്റെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അത് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ്. അനിമേഷ് കുജൂർ ആണ് ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ. അപ്പൊ ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ ആരാണ്? അത് അനിമേഷ് കുജൂർ. അനിമേഷ് കുജൂർ ആണ് ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ. സഞ്ജോഗ് ഗുപ്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയി നിയമിതനായി. സഞ്ജോഗ് ഗുപ്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയി നിയമിതനായി. അപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആരാണ്? അത് സഞ്ജോഗ് ഗുപ്തയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്കാണ്.
ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഗുജറാത്തിലെ ആനന്ദിലാണ്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. അപ്പോൾ സർപ്പപാഠം പദ്ധതി ഏത് വകുപ്പിന്റെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ അത് വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. എന്താണ് ശുചിത്വ ഐ? തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. തായ്ലാന്റാണ് 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത്. 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? അത് തായ്ലൻഡാണ്. തായ്ലൻഡാണ് 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത്. അടുത്തത് നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ INS തമാൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ INS തമാൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ഏത് കപ്പലാണ് അപ്പോൾ കമ്മീഷൻ ചെയ്തത്? INS തമാൽ എന്ന റഷ്യൻ നിർമ്മിത കപ്പലാണ് കമ്മീഷൻ ചെയ്തത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി മലയാളിയായ പ്രിയ നായർ നിയമിതയായി. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി മലയാളിയായ പ്രിയ നായർ നിയമിതയായി. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനന്റ് ആസ്ഥ പുനിയ. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനന്റ് ആസ്ഥ പുനിയ. അപ്പോൾ നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ഏതാണ്? അത് ലഫ്റ്റനന്റ് ആസ്ഥ പുനിയാണ്. രാജ്യത്തെ 1-ാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ദച്ചിങ്ഹാം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ 1-ാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ദച്ചിങ്ഹാം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ രാജ്യത്തെ 1-ാം നമ്പർ ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ട 2 ദേശീയോദ്യാനങ്ങൾ ഏതാണ്? അത് കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ദച്ചിങ്ഹാം ദേശീയോദ്യാനവുമാണ്. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.